നമ്മൾ കൂടെ നിൽക്കണം, നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായം. അപ്പോൾ കൂടുതൽ വാരി കോരി കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, ഉള്ളതിനെ കൊടുത്ത് സഹായിക്കുക. പിന്നെ ഇത്രയും ജോലികളൊക്കെ ചെയ്ത് അവിടെ പാലം പണിയുകയും ഈ ആൾക്കാരെ എല്ലാം കൊണ്ടുവരികയും ഈ മണ്ണുമാന്തി എടുത്ത് എല്ലാം കൊണ്ടുവരും. അവർക്ക് എൻ്റെ ഒരു നമസ്കാരം പറഞ്ഞേക്കണേ. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശിനി സുബൈദമ്മ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലർക്കും പെട്ടെന്ന് ഓർമ്മ വരില്ല. പക്ഷേ പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടി തന്റെ ഉപജീവന മാർഗമായിരുന്ന ആടിനെ വിറ്റ് പണം നൽകിയ സുബൈദമ്മ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ ഇവിടെ വയനാട് വലിയ രീതിയിലുള്ള ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായിരിക്കുകയാണ്, മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. ആ സമയത്ത് താൻ ഉപജീവനമായി നടത്തുന്ന ചായക്കടയിൽ ഒരു ദിവസത്തെ വരുമാനം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടി നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ അത് കളക്ടർക്ക് കൈമാറിയിരിക്കുകയാണ് സുബൈദമ്മ. സുബൈദമ്മയുടെ ചായക്കടയിലാണുള്ളത്. വളരെ തിരക്കിലാണ് ഇപ്പോൾ ഉമ്മ ഇവിടെ ഉള്ളത്. ഉമ്മ, ആദ്യഘട്ടത്തിൽ ആടിനെ വിറ്റ് പൈസ നൽകി, ഇപ്പോൾ ഇതാ കടയിൽ ഒരു ദിവസം ഉപജീവനം നൽകിയിരിക്കുകയാണ്. മുന്നേ ഇവിടുന്ന് എനിക്കിപ്പോൾ അവിടെ പോയി 10 കുപ്പി വെള്ളം മേടിച്ച് കുടിക്കുകയോ ഒരു നേരത്തെ ആഹാരം മേടിച്ച് കുടിക്കുകയോ ചെയ്യാൻ പറ്റത്തില്ല. എത്രയോ ആൾക്കാർ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. പിന്നെ അവരെല്ലാം വന്ന് നേവിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആൾക്കാർ വന്ന് ആ പാലം കെട്ടുകയും ആൾക്കാരെ രക്ഷപ്പെടുത്തുകയും മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇവരെല്ലാം വാരിക്കൊണ്ട് വരികയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് നെഞ്ച് പൊടിഞ്ഞു പോകുന്നു. അവരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചതാ. ഒരു രാത്രി കൊണ്ടെല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോയില്ലേ? ഇതാരെങ്കിലും ചിന്തിക്കുന്നോ? ഇതിപ്പോൾ 10,000 രൂപ വെച്ചാൽ എനിക്ക് ഒരു ദിവസത്തേക്ക് പല കടയിലും സാധനം വാങ്ങിക്കുന്ന കൊടുക്കാം. ഇപ്പം നാളെ കൊടുത്തില്ലെങ്കിൽ അവരാരും നമ്മളെ ഒന്നും പറയത്തില്ല. അപ്പം ഇതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ എല്ലാവരും കുറ്റം പറഞ്ഞ് പിന്നെ വേണ്ടാത്ത വേണ്ടെന്നൊക്കെ പിന്നെ എനിക്കറിയാം ഇത് എത്തേണ്ടയിടത്ത് എത്തുമെന്ന്. എന്തായാലും ഉമ്മ ഇപ്പൊ ആരും പറയാതെ സ്വന്തം ഇഷ്ടപ്രകാരമാണല്ലോ. എൻ്റെ ഭർത്താവും ഞാനും മാത്രമേ ഉള്ളൂ ഇതിൽ പങ്കല്ല, ഒരു മനുഷ്യനും ഇല്ല. ഇന്നലെ രാവിലെ ചെന്നപ്പോൾ എസ്കയുടെ വാർത്ത കേട്ടപ്പം ദുരിതാശ്വാസ നിധിയിലേക്ക് ആരെങ്കിലും സഹായം ചെയ്യണം, വേറെ ആരുടെയും കയ്യിൽ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഇത് തന്നെ ഒരു വഴി. പിന്നെ നമുക്ക് എപ്പോൾ ചെന്നാലും കളക്ടറേറ്റിലോട്ട് ചെന്നാൽ അകത്തേക്ക് കയറി ചെല്ലാനുള്ള അനുവാദമുണ്ട്, അവിടെ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഉമ്മ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു ഉരുൾപൊട്ടലുണ്ടായി ഒരു നാട് മൊത്തം ഇല്ലാതാകുമ്പോൾ നമ്മളല്ലേ കൂടെ നിൽക്കണം. അതെ, നമ്മൾ കൂടെ നിൽക്കണം, നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായം. അപ്പോൾ കൂടുതൽ വാരി കോരി കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല, ഉള്ളതിനെ കൊടുത്ത് സഹായിക്കുക. പിന്നെ ഇത്രയും ജോലികളൊക്കെ ചെയ്ത് അവിടെ പാലം പണിയുകയും ഈ ആൾക്കാരെ എല്ലാം കൊണ്ടുവരികയും ഈ മണ്ണുമാന്തി എടുത്ത് എല്ലാം കൊണ്ടുവരും. അവർക്ക് എൻ്റെ ഒരു നമസ്കാരം പറഞ്ഞേക്കണേ. ഉമ്മ ശ്രദ്ധിച്ചാണോ അല്ലേ, ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുന്നതിന് എതിരെ തന്നെ പല വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. രാവിലെ തൊട്ട് വരുന്നു വീണ്ടും, പിന്നെ കള്ളന്മാരെ കയ്യിൽ വീണ്ടും ഉമ്മ വാരി കൊടുക്കുന്നോന്നും ചോദിച്ച് ഇന്ന് രാവിലെ തൊട്ട് മൊബൈലിൽ കണ്ടിട്ട് എന്നോട് വന്ന് പറഞ്ഞു. പാപ്പ എന്നോട് പറഞ്ഞ് മിണ്ടണ്ട, അവർ പറഞ്ഞിട്ട് അവരെ കാര്യം നോക്കി പോട്ടെന്ന്. കക്കുന്നവരങ്ങ് കക്കട്ടെ, ഇത് അവിടെ എത്തേണ്ടയിടത്ത് എത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എത്തേണ്ടയിടത്ത് എത്തും. അതുവഴി 10 പേർക്ക് ഉപകാരം ഉണ്ടാവും ഒരു ദിവസം. അല്ലാതെ നമ്മളെ കൊണ്ട് ഇതിൽ കൂടുതൽ ചെയ്യാനില്ല. ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തേനെ, ഇല്ല. എനിക്ക് ഡെയിലി മാസം 16,000 രൂപ മരുന്നിനും ഒക്കെ വേണം. നമ്മളിവിടെ വാടകയ്ക്ക് ഇരിക്കുന്നത്. ഇതൊന്നും മാറ്റി വെച്ചിട്ട് നാളെ ഇന്ന് രാത്രി ഞാനങ്ങ് ഉരുണ്ട് വീണു പോയാൽ ഇതെന്തോ ചെയ്യാൻ പറ്റും എന്ന് ചെയ്യാം. ഈ സുബൈദ ഉമ്മ ആരുടെയും പ്രേരണയൊന്നും കൂടാതെ ഉമ്മ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ദിവസത്തെ അധ്വാനം മാറ്റിവെച്ചിരിക്കുകയാണ്. പലതരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വരുമ്പോഴും അതിയൊന്നും വകവയ്ക്കാതെ എല്ലാവരും സംഭാവന നൽകണമെന്നുള്ളതാണ് ഉമ്മയ്ക്ക് പ്രധാനമായും പറയാനുള്ളത്. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ മനോജ് പിയലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.